MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റിലെ യൂണിറ്റ് 21 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 21 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ്. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ലോകത്തെ മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിലും നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ എക്കണോമിയിൽ നിന്ന് ഇൻറ്റേർണലി എക്സ്റ്റേണലി എടുത്തു കളഞ്ഞു. ഇൻറ്റേർണലി ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈസൻസ് രാജ്യം പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു. എക്സ്റ്റേണലി ഫ്രീ ട്രേഡ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടികളൊക്കെ എന്ത് ചെയ്തു ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു. ഈ ഒരു 1991 ഇന്ത്യക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് തന്നെ IMFനെയും ലോകബാങ്കിനെയും ലോണിന് വേണ്ടി സമീപിക്കുകയും ലോൺ തരുന്നതിന് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഈ നിബന്ധനയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത് ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഒരു എക്കണോമിക് ക്രൈസിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് എന്ത് ചെയ്തത് ഇത് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ലിബറലൈസേഷൻ വന്നു, പ്രൈവറ്റൈസേഷൻ വന്നു, ഗ്ലോബലൈസേഷൻ വന്നു. ഈ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ് റിഡക്ഷൻ ആണ്. പബ്ലിക് സ്പെൻഡിങ് എസ്പെഷ്യലി ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഈ മേഖലയിൽ എന്ത് ചെയ്തു ഒരു വലിയ മേജർ കട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു. മറ്റുള്ള സ്പെൻഡിങ്ങുകളൊക്കെ ഗവൺമെൻറ് ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു. ലിബറലൈസേഷനിലൂടെ എന്ത് ചെയ്തു എക്കണോമി ഡീറെഗുലേറ്റ് ചെയ്തു, കറൻസി റീവാല്യൂ ചെയ്തു, അതുപോലെ ഇമ്പോർട്ട് താരിഫ് കുറച്ചു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഓരോ പദ്ധതികളാണ്. ഇതിലൂടെ ഗവൺമെൻറ് ഒരു സക്സസും ഫെയിലിയറും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക വളർച്ച നമുക്ക് കാണാൻ സാധിച്ചു, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വർദ്ധിക്കാൻ കാരണമായി. പക്ഷേ ഒരു ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഇതിലൂടെ ഉണ്ടായത്. തൊഴിലില്ലായ്മ രൂക്ഷമായി, അതുപോലെ ഒരു ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് കാണപ്പെട്ടു, അതുപോലെ സോഷ്യൽ സ്പെൻഡിങ് കുറഞ്ഞു, റൈസ് ഇനീക്വാലിറ്റി, പോവർട്ടി ഇതൊക്കെ കുറയാൻ ഇതിലൂടെ കാരണമായി എന്ന് പഠനങ്ങൾ പറയുന്നു. പിന്നെ അടുത്തതാണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഇൻഡിജീനിയസ് നോളജ്. യൂണിറ്റ് 21 ആണ്. ഇതിൽ പ്രധാനമായിട്ടും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഇൻഡിജീനിയസ് നോളജിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ ഗ്ലോബൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന കൺസെപ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ത് ചെയ്തു ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഇന്നൊവേഷൻസിന് പാറ്റൻറ്റ് നൽകിയിരുന്നു. പാറ്റൻറ്റ് എന്താണെന്ന് നമുക്കറിയാലോ. അത് ഒരാളൊരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓണർഷിപ്പ് നൽകിയിരുന്നു. ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാലഘട്ടത്തേക്ക് 20 വർഷത്തേക്കായിരുന്നു നൽകിയിരുന്നത്. ഇത് എന്ത് ചെയ്തു ഇൻഡിജീനിയസ് നോളജിനെ വളരെയധികം എഫക്റ്റ് ചെയ്തു. ഇൻഡിജീനിയസ് നോളജ് പരമ്പരാഗതമായ അറിവുകളൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല, കമ്മ്യൂണിറ്റി കേന്ദ്രീകൃതമായിരുന്നു. ഇത് ഓരോ ജനറേഷൻ ത്രൂ എന്ത് ചെയ്തു ഓറലി ഇങ്ങനെ ജനറേഷനിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത് എക്കോളജിയുമായും കൾച്ചറുമായും ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. ഈ പാറ്റന്റ് ആക്ട് പ്രകാരം എന്തോ ഇതെന്ത് ചെയ്തു ദുരുപയോഗം ചെയ്യപ്പെട്ടു. അമേരിക്കൻ കമ്പനികളും മറ്റ് കമ്പനികളും ഇതെന്ത് ചെയ്തു ദുരുപയോഗം ചെയ്യപ്പെട്ടു. ബയോപൈറസി എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അൺഓതറൈസ്ഡ് യൂസ് ആൻഡ് പാറ്റന്റിങ് ബയോളജിക്കൽ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ കമ്മ്യൂണിറ്റി നോളജ് ബൈ കോർപ്പറേറ്റ് കൊമേഴ്ഷ്യൽ പ്രോഫിറ്റ്. സാമ്പത്തിക ലാഭം ലഭിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് കമ്പനികൾ എന്ത് ചെയ്തു ബയോളജിക്കൽ റിസർച്ചും ട്രഡീഷണൽ കമ്മ്യൂണിറ്റി നോളജുകളും പരമ്പരാഗതമായ അറിവുകളും പാറ്റന്റ് എടുത്തുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ എന്ത് ചെയ്തു ഈ ആളുകൾ രണ്ട് തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, കമ്മ്യൂണിറ്റി നോളജ് അവരിൽ നിന്ന് കച്ചവടച്ചരക്കായി മാറി. പരമ്പരാഗതമായ അറിവുകൾ, ബയോളജിക്കൽ റിസോഴ്സസ് ഇതൊക്കെ ഒരു കച്ചവടച്ചരക്കായി മാറി. മാത്രമല്ല ഈ പാറ്റന്റിങ്ങിലൂടെ എന്ത് ചെയ്തു ഇതിൻ്റെ അവകാശവും പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് നഷ്ടപ്പെട്ടു. ഇത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾസ് ഇതൊക്കെ എന്ത് ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇതാണ് ഇതിൽ ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഇൻഡിജീനിയസ് നോളജിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അടുത്താണ് WTO, ഗാട്ട്സ് എന്നൊക്കെ പറയുന്നത്. പഴയ കാലത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഇവയൊക്കെ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം എന്ത് ചെയ്തു, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം IMF ലോകബാങ്കും എന്ത് ചെയ്തു, അന്താരാഷ്ട്ര ഫോറിൻ എക്കണോമി ഒക്കെ നിയന്ത്രിച്ചിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്തു, ഒരുപാട് ഫലപ്രദമല്ലാത്ത രീതിയിലുള്ള ഒരു എക്കണോമിക് കൺട്രോൾ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അത് അന്താരാഷ്ട്ര സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് IMF ലോകബാങ്കുമായിരുന്നു. അതുപോലെ തന്നെ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് ആൻഡ് ട്രേഡും ഈ 1947 വന്ന ഒരു എഗ്രിമെന്റ് ആണിത്. 23 നാഷൻസ്, ഇന്ത്യ അടക്കമുള്ള 23 രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം 50 വർഷങ്ങൾക്ക് ശേഷം WTO നിലവിൽ വരികയും WTO 1995 നിലവിൽ വരികയും അത് കുറച്ചും കൂടെ വ്യാപകമായ രീതിയിൽ ലോകത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് ട്രേഡ് എഗ്രിമെൻറ്റ്സ്, അതുപോലെ ട്രേഡ് നെഗോഷിയേഷൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളുടെ ട്രേഡ് പോളിസീസ് മോണിറ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. WTOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിൽ ഒന്നാണെന്ത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞാൽ. WTOയിലെ രാജ്യങ്ങൾ, ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിക്ക് ഏതെങ്കിലും ഒരു ആനുകൂല്യം നൽകുകയാണെങ്കിൽ ആ ആനുകൂല്യം എല്ലാ ആളുകൾക്കും ഒരുപോലെ നൽകണം എന്നതാണ് ഈ ആക്റ്റിൽ പറയുന്നത്, ഈ കൺസെപ്റ്റിൽ പറയുന്നത്. അതുപോലെ നാഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന കൺസെപ്റ്റും WTOയുടെ എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്. നാഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ്, ഫോറിൻ പ്രൊഡക്റ്റ് ഒരു രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം ലോക്കൽ പ്രൊഡക്റ്റായി തന്നെ കാണണമെന്നും പറയുന്നുണ്ട്. ഇതിലൂടെ എന്ത് ചെയ്തു, ഓപ്പൺ ആയിട്ടുള്ള ഫെയർ ട്രേഡ് ലോകത്ത് നിലവിൽ വരികയും അതുകൊണ്ട് തന്നെ ഒരു വലിയ ബിസിനസ് ട്രേഡ് ലോകത്ത് നടക്കുകയും ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയും ചെയ്തു. ട്രേഡ് ബാരിയേഴ്സൊക്കെ ഇല്ലാതായി, താരിഫുകളൊക്കെ നിർത്തലാക്കി, കോമ്പറ്റീഷൻസ് വർദ്ധിച്ചു. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. പ്രധാനപ്പെട്ട 2 എഗ്രിമെൻറ്റുകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഗാട്ടാണ്. ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ഇവിടെ ഗുഡ്സിന് മാത്രം, ഉൽപ്പന്നങ്ങൾക്ക്, പ്രൊഡക്റ്റിന് മാത്രമാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരുന്നത്. പിന്നെ ജനറൽ അഗ്രിമെൻ്റ് ഓഫ് ട്രേഡ് ഇൻ സർവീസ് എന്നതിൽ സർവീസ് മേഖലയ്ക്കും കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണിത്. ഇതിൽ ബാങ്കിങ്, ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിൽ ക്രോസ് ബോർഡർ സപ്ലൈ, കൺസംഷന്, അതുപോലെ കമേഴ്ഷ്യൽ പ്രസൻസ്, നാച്ചുറൽ പേഴ്സൺ, ഇതൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ജനങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകി. കോപ്പിറൈറ്റ്, അതുപോലെ തന്നെ പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ലോഗോസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെട്ടു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോപ്പിറൈറ്റ്, പാറ്റൻറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇതിലൂടെ എന്ത് ചെയ്യും, 20 വർഷത്തേക്കുള്ള പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യും, ആ വ്യക്തിക്ക്, ഇത് ഉണ്ടാക്കിയ ആൾക്ക് എന്ത് ചെയ്യും, ഇതിലൂടെ ലഭിക്കും, ഇതിൻ്റെ റൈറ്റ്, പൂർണ്ണമായ റൈറ്റ് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഇതിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഓവർ കോമ്പറ്റീഷൻ ഉണ്ടായി, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉണ്ടായി, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഡെവലപ്പിംഗ് എക്കണോമിക്കലി കൂടുതൽ വീക്കായി മാറി, വികസിത രാജ്യങ്ങൾ കൂടുതലും മേധാവിത്വം പുലർത്തി. ഇതിലൂടെ പണത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്, ലേബറിനല്ല. ക്യാപിറ്റൽ ഒരു പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മൂവ് ആവാൻ കാരണമായി. പക്ഷെ തൊഴിലാളികളുടെ അവസരം മറ്റ് ഉള്ള പോലെ തന്നെ നിലനിൽക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡയമെൻഷൻസ് ഓഫ് നോളജ് ആൻഡ് സൊസൈറ്റി. ഇവിടെ നോളജ് എങ്ങനെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രധാനമായും
പറയുന്നത്. പഴയ കാലത്ത് ഏറ്റവും ആദ്യത്തെ സൊസൈറ്റി അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു. കൃഷിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം വ്യവസായ സമൂഹം വന്നു, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നു. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി 20-ാം നൂറ്റാണ്ടിൽ വീണ്ടും ഇൻഫോർമേഷൻ ടെക്നോളജി റവല്യൂഷൻ ഉണ്ടാവുകയും നോളജ് സൊസൈറ്റി എന്ന കൺസെപ്റ്റ് ഡെവലപ്പായി വന്നു. നോളജ് സൊസൈറ്റിയിൽ ഇന്നുള്ള നോളജ് സൊസൈറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നോളജാണ്. ഗ്രോത്ത്, വെൽത്ത് ജനറേഷൻ, യൂസ്, ഇതൊക്കെ നോളജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. സയൻസ്, ഇൻഫോർമേഷൻ ടെക്നോളജി, പ്രൊഫഷണൽ ടെക്നിക്കൽ വർക്കേഴ്സ്, ഇതിൻ്റെയൊക്കെ നോളജ് ബേസ്ഡ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. നോളജ് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നം പോലെയാണ് കണക്കാക്കുന്നത് എന്നാണ് സാമ്പത്തിക സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സയൻറ്റിഫിക് ടെക്നോളജിക്കൽ നോളജ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് മാത്രമല്ല ഒരു നോളജ് എക്കണോമി ഡെവലപ്പായി, ലേണിംഗ് എക്കണോമി ഡെവലപ്പായി, ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പുതിയ എഡ്യൂക്കേഷൻ മെത്തേഡുകൾ, സ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. സ്കിൽ അക്വിസിഷന് വളരെയധികം പ്രാധാന്യം ലഭിച്ചു, ലിറ്ററസിക്ക് പ്രാധാന്യം ലഭിച്ചു, ഹയർ എഡ്യൂക്കേഷന് പ്രാധാന്യം ലഭിച്ചു, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറുകൾ വളർന്നു വന്നു. ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, മാസ് മീഡിയ, ഇതൊക്കെ ഡെവലപ്പായി. ഇതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും ഒരുപാട് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവാൻ കാരണമായി. സ്ത്രീകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിച്ചു. എഡ്യൂക്കേഷൻ സ്ത്രീ ശാക്തീകരണത്തിനും സെൽഫ് എംപ്ലോയ്മെൻറ്റിനും അവസരമൊരുക്കി. അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവാൻ കാരണമായി. ഇതൊക്കെയാണ് നമുക്ക് 24-ൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 25 ക്രിട്ടിക് ഓഫ് നോളജ് എക്കണോമി. ഇത് നേരത്തെ പറഞ്ഞ യൂണിറ്റിൽ നോളജ് എക്കണോമി എന്താണെന്നാണ് പറഞ്ഞത്. ഇവിടെ നോളജ് എക്കണോമിയുടെ ക്രിട്ടിക്, വിമർശനമാണ് പറയുന്നത്. നോളജ് ഉണ്ടായെന്ന് കരുതി ഡെവലപ്മെൻറ്റ് സാധ്യമാണോ എന്നതാണ് ഇവിടെ സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചർച്ച ചെയ്യുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല, പണ്ട് മുതലേ നോളജ് ഉണ്ട്. ഈ നോളജ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും, യൂസ് ചെയ്യും എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നു. ലോകത്ത് ഒരു ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുന്നുണ്ട്. നോളജ് ഉള്ള ആൾക്കാരും നോളജ് ഇല്ലാത്ത ആൾക്കാരും. ഇതൊരു പ്രോഗ്രസിൻ്റെ ഭാഗമല്ല, പണ്ട് മുതലേ നോളജ് ഉണ്ട് എന്നാണ് ഇതിൽ ആളുകൾ പറയുന്നത്. ഇൻ്റർനെറ്റിനെ കുറിച്ചും നോളജിനെ കുറിച്ചും ചിന്തിക്കുന്ന വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവുകൾ പറയുന്നുണ്ട്. ടെക്നോ യുട്ടോപ്പിയനിസം, ടെക്നോ സിനിസിസം, അതുപോലെ റിയൽട്രോളജി, ടെക്നോ സ്ട്രക്ചറലിസം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കി പോകണമെന്നൊക്കെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ടേംസ് മാത്രമാണ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇൻഫോർമേഷനുള്ള ടെക്നിക്കൽ നോളജുള്ള ആൾക്കാരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു അന്തരം ലോകത്ത് നിലനിന്നിരുന്നു. ഇതിനാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ലിറ്ററസി, ഒരു കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് വായിക്കാനും എഴുതാനും അറിയാത്ത ആളുകൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസിക് ലിറ്ററസി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ലിറ്ററസികൾ ആവശ്യമുള്ളൂ. അതുപോലെ അഫോർഡബിലിറ്റി, ഒരുപാട് ചിലവ്, കമ്പ്യൂട്ടർ മറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ ഒരുപാട് ചിലവുകൾ ആവശ്യമാണ്. അതുപോലെ ലാംഗ്വേജ് ബാരിയർ, 80% ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. മറ്റ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്, ടെക്നിക്കൽ നോളജിന് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. അതൊരു ബാരിയറായിട്ട് കണക്കാക്കുന്നത്. ബ്രെയിൻ ഡ്രെയിൻ, അതുപോലെ തന്നെ നല്ല കഴിവുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് മാറാൻ കാരണമായതും എന്താണ്, ഒരു ഡിജിറ്റൽ ഡിവൈഡിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റ് 26, ചേഞ്ചിങ് റോൾ ഓഫ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓൺ എംപ്ലോയ്മെൻറ്റ്. നമുക്കറിയാം, പ്രിൻ്റഡ് മീഡിയ ആണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ന്യൂസ് പേപ്പർ, ബുക്സ് ഒക്കെയാണ് പഴയ കാലത്ത് മീഡിയാസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 20-ാം നൂറ്റാണ്ടിൽ പുതിയ മീഡിയ, റേഡിയോ, സിനിമ, ഇതൊക്കെ വരാൻ തുടങ്ങി. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് സാറ്റലൈറ്റ്, കേബിളുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ വന്നു. പുതിയ ന്യൂസ് ചാനലുകൾ വന്നു. ഡിസ്നി, ടൈം വാരിയർ, ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ, CNN, ഇതൊക്കെ വന്നു. ഇത് എന്ത് ചെയ്തു, ഒരു ഗ്ലോബൽ വില്ലേജ് ഉണ്ടാക്കാൻ കാരണമായി, ഗ്ലോബൽ കണക്ഷൻ ഉണ്ടാക്കാൻ കാരണമായി. ഇത് ഇന്ത്യയിലെ അതുപോലെ പിന്നീട് ഇൻ്റർനെറ്റ്, മറ്റ് ടെക്നോളജികളൊക്കെ വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, കൂടുതൽ കണക്റ്റഡായി, ആളുകൾ ഒന്നിപ്പിക്കാൻ തുടങ്ങി. ഒരു കൾച്ചറൽ ഹോമോജിനിറ്റി ഓഫ് കൾച്ചർ ഡെവലപ്ഡായി. അതുപോലെ ഇതെന്ത്, സർവീസ് മേഖലയ്ക്ക് ഒരുപാട്, ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ സർവീസ് മേഖലയ്ക്കും ട്രേഡ് രംഗത്ത് ഒരുപാട് മെച്ചുണ്ടാക്കി. ഓൺലൈൻ ബാങ്കിങ്, ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട്
എവിടെ സാധ്യമായി? ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ മീഡിയാസിലൂടെ ചില ഉപയോഗപ്പെടുത്തി. ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള പേജുകൾ യൂസ് ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരവധി തരത്തിലുള്ള നിരവധി ബിസിനസ്സുകളൊക്കെ സാധ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ, എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇത്തരം ബിസിനസ് ഐഡിയാസൊന്നും നമുക്കില്ലായിരുന്നു. ഭൂരിഭാഗം ആളുകളും ജോലി ചെയ്യുന്നവരാണ്, ഭൂരിഭാഗം ആളുകളും വരുമാനം ഉണ്ടാക്കുന്നവരാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ തന്നെ പല ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട്. അതുപോലെ എന്താണ് ഇപ്പോൾ പല ബിസിനസ്, ഇപ്പോൾ ഗുജറാത്ത് പോലുള്ള പ്രദേശങ്ങളിൽ വസ്ത്രങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നല്ല ഭംഗിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് അത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന ആളുകളെ നമ്മളെ കോളേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ ഒരുപാട് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകാൻ കഴിഞ്ഞു. ബ്രോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രൈവസി സെക്യൂരിറ്റി കൺസേൺ എന്നാലും ഉണ്ടായിരുന്നു. അതിലൂടെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നോളജ് ഡെവലപ്ഡ് ആയി വന്നു എന്നും പഠനങ്ങൾ പറഞ്ഞു. അടുത്ത ഡാംസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ലോകത്ത് വലിയ വലിയ ഡാമുകളുണ്ട്. വലിയ വലിയ ഡാമുകൾക്ക് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. പഴയ പുരാതന കാലം മുതൽ ജോർദാനിലും ശ്രീലങ്കയിലൊക്കെ തന്നെ ഡാമുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ഡാമുകൾ ഉണ്ടായിരുന്നു. ഈ ഡാമുകൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. ഒരുപാട് ഡാമുകൾ വന്നു. ഈ ഡാമുകളിലൂടെ ജലം സംഭരിക്കുകയും കൃഷിക്കും വൈദ്യുതിക്കും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. USSR, സോവിയറ്റ് യൂണിയൻ ഒക്കെ എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപാട് ഡാമുകൾ നിർമ്മിച്ചു. ഈ ഡാമുകൾ കാരണം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഫോറസ്റ്റ് കാടുകൾ വെട്ടി നശിപ്പിച്ചു. ഒരുപാട് വന്യജീവികൾ അനാഥരായി. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻ്റ്, ആളുകൾ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇവർ ജീവിക്കാൻ സൗകര്യമില്ലാതായി. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, ഗവൺമെൻറ് ഉദ്ദേശിച്ച രീതിയിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇതിന് അമിതമായ ചെലവ് കാരണം എന്ത് ചെയ്തു? രാജ്യത്തിന് ഒരുപാട് സാമ്പത്തിക കടക്കെണി ഉണ്ടാക്കി. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ദോഷങ്ങളാണ്. പക്ഷേ ഇതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇതിന് എന്താണ് കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. അതിന് എന്ത് ചെയ്യണം? വലിയ ഡാമുകൾ ആവശ്യമാണ്. അതുപോലെ ഹൈഡ്രോ പവർ ക്ലീൻ പവറാണ്. അത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കില്ല. ചെറിയ ഡാമുകൾ കൊണ്ട് പ്രോപ്പറായിട്ടുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ നിലനിർത്താൻ വെള്ളം സഹായിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ആൾക്കാർ, ഈ ആശയം മുന്നോട്ട് വെക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറഞ്ഞു. പിന്നെ ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് ഒരുപാട് സജഷൻസ് പറയുന്നുണ്ട്. വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ്, വെള്ളം സംരക്ഷിക്കുക, വാട്ടർ കൺസർവേഷൻ, മഴവെള്ളം സംരക്ഷിക്കുക, അങ്ങനെ കുറേ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇന്നും ഡാമുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഡാമുകളുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ നടന്നുണ്ട്. നർമ്മദ ബച്ചാവ് ആന്തോളൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്ത ഗ്രീൻ പീസ് മൂവ്മെൻറ്റ്. ഗ്രീൻ പീസ് മൂവ്മെൻറ്റ് ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. 1971 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നത്. നോൺ വയലൻ്റ് ആയ ക്രിയേറ്റീവ് ഓർഗനൈസേഷനാണ്. ഇത് US ഒരു ന്യൂക്ലിയർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് ഇതിൽ ലോകശ്രദ്ധ ആകർഷിച്ചു. ഇന്ന് ലോകത്തിലെ 41 രാജ്യങ്ങൾ ഏകദേശം 2.8 മില്യൺ സപ്പോർട്ടേഴ്സ് ഇവർക്കുണ്ട്. ഇവർ സാമ്പത്തിക വ്യക്തികളും ഗവൺമെൻറ്റും രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തികമായിട്ടൊക്കെ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, പ്രൊട്ടക്ഷൻ ഓഫ് ഓഷ്യൻസ്, അതുപോലെ പ്രൊട്ടക്റ്റിംഗ് പുരാതനമായിട്ട് ഫോറസ്റ്റ്, ജനറ്റിക് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ടോക്സിക് കെമിക്കൽസ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഗ്രീൻ ജോബ് എന്ന് പറയുന്നത്. പരിസ്ഥിതി മലിനമാക്കാത്ത രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നത് ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കിടക്കാം. പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ് കേരളവുമായി കണക്ട് ചെയ്താണ്. പീപ്പിൾ സയൻസ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ സയൻറ്റിഫിക് നോളജ്, സോഷ്യൽ ചേഞ്ച്, ഓർഡിനറി പീപ്പിളിൻ്റെ എംപവർമെൻറ്റ്, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിലുണ്ടായ ഒരു മൂവ്മെൻറ്റാണ്. 1950 കേരള ശാസ്ത്ര സാഹിത്യ
പരിഷത്താണ് ഇത് എന്ത് ചെയ്ത് കൊണ്ടുവന്നത്. ഫസ്റ്റ് കൺവെൻഷൻ 1978 വന്നത്. തിരുവനന്തപുരത്താണ് എന്ത് ചെയ്ത് ഇത് നിലവിൽ വന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റ് ഇതിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സയൻസ് കമ്മ്യൂണിക്കേഷൻ, പോളിസി ക്രിട്ടിക്സ്, അതുപോലെ ഡെവലപ്മെൻറ്റ് ഇൻ്റർവെൻഷൻസ്, ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവർ ഇടപെട്ടു. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി. അതുപോലെ പുതിയ ശാസ്ത്ര നോളജുകൾ എന്ത് ചെയ്തു ഗവൺമെൻറ് കൊണ്ടുവന്നു. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ തന്ന നോട്ടിലുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക അത് വായിച്ചു നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഒന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്, മറ്റേ തമിഴ്നാട് സയൻസ് ഫോറാണ്, മെഡിക്കോ ഫ്രണ്ട്സ് സർക്കിളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള വ്യത്യസ്ത ഏജൻസികളും ഗ്രൂപ്പുകളുമാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിവിൽ സൊസൈറ്റിയാണ്. സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് ആൻഡ് ഗ്രാസ് റൂട്ട് ഇനീഷ്യേറ്റീവ്സ്. ഇതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ യൂണിറ്റിലും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ഇത് ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇത് ബിയോണ്ട് സ്റ്റേറ്റിൻ്റെ പരിധിക്ക് പുറത്തുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇവർ. ഇവർക്ക് ഇവരുടേതായ എന്തുണ്ടാവും, പെർസ്പെക്റ്റീവ് ഉണ്ടാവും, ഉദ്ദേശം ഉണ്ടായിരിക്കും. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇവർ പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവും, സെൽഫ് ഗവർണിംഗ് ആയിരിക്കും, വളണ്ടറി ഓർഗനൈസേഷൻ ആയിരിക്കും. ഇവർ സാമൂഹിക അസമത്വം നേരിടുന്ന ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്യും. അത് പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്യും, ജനങ്ങളെ കൂടെ നിൽക്കും. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കായിട്ട് എന്ത് ചെയ്യും, ഇവർ നിലകൊള്ളും എന്നതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ ഫോക്കസ് ചെയ്ത ഇന്ന് 30 യൂണിറ്റുകൾ നമ്മൾ കവർ ചെയ്തു. ഈ 30 യൂണിറ്റുകളും പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് പറഞ്ഞു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.